എന്താടി ഒരു സെൽഫി എടുക്കല്ലോ. ഇല്ല, 1 മണിക്കൂറൊന്നും കാണില്ല. എന്നാ 1 മണിക്കൂർ ഓട്ടിക്കാൻ 2-3 ലക്ഷം സാധനം വേണം. ഏറ്റവും കുറവ് ഇത് ബോക്സാ. ഇത് ബോക്സാടി. 200 ഷോട്ട് 250 ഷോട്ട് പിന്നെ പൊട്ടും. $2500 $3000 രൂപ ഉണ്ട്. പിന്നെ 10,000 രൂപയൊക്കെ ഉണ്ട്. ഒരു ബോക്സ് 2500 തൊട്ട് കൊടുക്കുന്നുണ്ട്. 250 നോക്കി 2 മിനിറ്റ് വീട്ടിൽ നിന്നാ കാണാമോ? ഇല്ല, കാണത്തില്ല. കോട്ടപ്പാറ കാണാമോ? ഈ മോളത്തെ റിസോർട്ടൊക്കെ ഉണ്ട്. ഇത് കാണാമോ? അത് കാണാമെങ്കിൽ ഇത് ഇല്ല, അത്ര മുങ്ങിയിട്ടില്ല. അംഗനവാടിയിലായിരുന്നു പഠിപ്പിക്കുന്നത്. സ്കൂളിൽ 4 ഇവിടെ അതിന് സ്കൂളിൽ 3 പേര് പുറത്തുള്ളവരാ കൂടുതൽ. ഇവിടെ നമ്മുടെ തട്ടൊക്കെ 4 വർഷത്തോളം വൈകിയതാ. സകല വീടുകളും അറിയാം. സോഷ്യൽ വർക്കും കൂടി ആയിരുന്നു നമുക്ക് എല്ലാ വീടുകളിലും പോകണത്. ഞങ്ങൾ ഇൻഷുറൻസിൻ്റെ എല്ലാം തുടങ്ങിട്ടോ. വണ്ടിയുടെ ഇൻഷുറൻസ് അടച്ചാണ്, 2 അടച്ച.
സൂപ്പർ സൂപ്പർ സൂപ്പർ. അത് നല്ല രസമുണ്ടായിരുന്നു അല്ലേ? ഒത്തിരി എം ബി ആവും അങ്ങനെ എടുക്കുമ്പോൾ ഒത്തിരി ഇതാവൂലേ? സെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അല്ലാണ്ട് എനിക്ക് വലിയ സ്ഥലത്തൊന്നും ഉണ്ടായിട്ടില്ല. സെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. എൻ്റെ ഫോണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പൊഹ മാത്രമേ ഉണ്ടാവുള്ളൂ. പൊഹ സാധനം പറഞ്ഞ കൂടെ വിടുവല്ലേ? അവസാനം കലാസപ്പൊട്ടുണ്ടാവും. ആ 3 ആകെ പൊട്ടിച്ചുള്ളൂ. പൈസ ആകുമ്പോൾ 2 ബോക്സാ. അപ്പോൾ 2 ബോക്സാണ് കത്തിച്ചേക്കുന്നത് കേട്ടോ. കണ്ട അപ്പുറം ഇപ്പുറത്തും പോകുന്നത്. പേടി എന്നതിനാന്ന് അറിയത്തില്ല. ചെറിയ മണം വരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. അവൻ പോയി കണ്ട ആങ്ങളുണ്ടല്ലോ. ആങ്ങളുണ്ടല്ലോ പിന്നെ പേടിക്കാൻ. ശിവരാത്രി ഒരു പടിമാലിക്കൂടെ കറങ്ങി. ആ നല്ല രസമായിരുന്നു നാടും. ശിവരാത്രിക്ക് ഞാൻ പരീക്ഷ കടന്നു പോയി. 24-ാം തീയതി പനി പിടിച്ച് ഞാൻ കിടപ്പായി പോയി. അതുകൊണ്ട് എനിക്കും കൊച്ചിന് നല്ല രസം. മറ്റേ ആ നല്ല നാടൻ പാട്ട് നല്ല രസമുണ്ട്. അടുത്ത അന്ന് ഞാൻ വിളിച്ചപ്പോൾ ഞാൻ വരുന്നുണ്ട്. നെന്മാറയൊക്കെ പോകണം. നെന്മാറ വേലയൊക്കെ കാണാൻ. അതിതൊന്നും അല്ല. അവിടുത്തെ പരിപാടികൾ മിക്കതും തന്നെ പാലക്കാട്. അവിടെ ഒത്തിരി അമ്പലങ്ങളും അവർ പറയണേ ഇവിടെ എന്താ ചോദിച്ചാൽ എല്ലാം അവിടെയൊക്കെ ചെറിയ കുഞ്ഞു ക്ഷേത്രം ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ കൂടുന്ന ആൾക്കാർ ലക്ഷക്കണക്കിന് ആൾക്കാർ അവർ പരിപാടി വെച്ചാൽ യാത്രാ സൗകര്യത്തിനല്ല. ഒരു ദിവസം പോലും പണി മെനക്കെടില്ല. സൂപ്പർ. അത് നല്ല രസമുണ്ട്. അത് 4 വിട്ടു. അതെ തട്ടി.
അത് മറ്റേ സാധനം വന്നിട്ടില്ല കേട്ടോ, ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. അടിപൊളി 3D എഫക്ട് അല്ലേ, അങ്ങനെ ഒരു സെറ്റ്. അത് നല്ല രസമാണ് ഈ പൊങ്ങി പോണ. വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം സംഘാടക സൗകര്യം ഏറ്റെടുത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നതാണ്. മറ്റേ സാധനം വന്നില്ലല്ലോ പിന്നെ. ഇത് എത്ര പേരും ചുമ്മാ ദേ അവിടെ കണ്ടില്ലേ താഴത്തോട്ട് നോക്കാം. അത് ഒരെണ്ണം തീ കൊടുത്താൽ മതി, പിന്നെ തന്നെ കത്തിക്കും. അങ്ങനെയല്ലേ. ആ ഇത് ബോക്സാ. ഇത് എന്നിട്ട് സെറ്റ് ചെയ്ത് വെച്ചോണം ബോക്സ്. തിരുമേനി ഉള്ളവരുടെ നല്ല ഭയങ്കര ഇതായിരുന്നേ, ഇതായിപ്പോഴത്തെ കളറിലേ. അപ്പം അതുകൊണ്ട് ബാബുചേട്ടൻ ഇങ്ങോട്ട് പിന്നെ ചേട്ടൻ വിളക്കാരും അവിടെ വന്ന ആൾക്കാർ തന്നെയാണ്. പിന്നെ കളറുകാർ പറഞ്ഞു നല്ല പണികൾ. പിന്നെ എന്നെ പ്രശ്നമെന്ന് വെച്ചാൽ മറ്റേ ഇതടിക്കുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് അല്ല ഓർക്കസ്ട്ര ഇതൊക്കെ തബലയൊക്കെ അടിക്കുന്ന ഓർക്കസ്ട്രക്കാരൊക്കെ ഇടയ്ക്ക് പുകയിടുന്നതിന് കുഴപ്പമില്ല. അവരോടൊക്കെ കൈ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ആക്ഷനെങ്കിലും കാണിക്കാൻ അവർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പൊളിയായിരുന്നു, അവിടെ ഭയങ്കര അടിപൊളിയായിരുന്നു എല്ലാവരും. പക്ഷെ കൈയൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്ഷനെങ്കിലും കാണിക്കണോട്ടോ, എന്നോട് പോയി പറയണോട്ടോ എന്ന് പറഞ്ഞു വിട്ടൊക്കെ അവസാനിക്കുന്നതാണ്. ലൈറ്റുകൾ ചെയ്ത് ഗാനമേള ഉടൻ തന്നെ ആരംഭിക്കുന്നു. വെടിക്കെട്ട് ഉടൻ തന്നെ തീരുന്നതാണ്. അതിനുശേഷം രാജേഷ് അടിമാലി വഹിക്കുന്നു. ഗാനമേള ഉടൻ തന്നെ ആരംഭിക്കുന്നു. ഗോകുമാറിന്റെ സ്ഥലം ലൈറ്റുകൾ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ എക്സിക്യൂട്ടീവ് സ്റ്റൈലിൽ ഈ വേഷത്തിൽ നിന്ന് മാറൊരു വേഷം ഇതുവരെ കണ്ടിട്ടുണ്ട്. സാധാരണ അമ്പലത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് കലാശക്കോട്ട ഭിത്തിച്ചേരി കാവൽക്കാരായിട്ട് നിൽക്കണുണ്ടില്ലേ, സെക്യൂരിറ്റിക്കാരായിട്ട് നിൽക്കണുണ്ടില്ലേ. എല്ലാ ഭക്തങ്ങളും അന്നദാനം കഴിച്ചതിനു ശേഷം ക്ഷേത്ര സന്നിധിയിലെത്തി ഗാനമേള ആസ്വദിക്കുവാൻ എത്തിച്ചേർന്നുണ്ടെന്ന് ക്ഷേത്ര സമിതി അഭ്യർത്ഥിക്കുക. എല്ലാ ഭക്തജനങ്ങളും അന്നദാനം കഴിച്ചതിനു ശേഷം ക്ഷേത്ര സന്നിധിയിലെത്തി ഉടൻ തന്നെ വെടിക്കെട്ടിന് ശേഷം